ഹായ് ഫ്രണ്ട്സ്, വാഹനത്തിൻ്റെ RC എന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉടമയുടെ ആധാറുമായി ലിങ്ക് ചെയ്യണമെന്ന് പുതിയ നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതെങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഞാൻ ബ്രൈറ്റ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹന ഉടമയുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വാഹനത്തിൻ്റെ RC ബുക്കിൽ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത്. വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറുന്ന ഘട്ടത്തിലൊക്കെ ആധികാരികത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്നാണ് ഇവിടെ നോക്കുന്നത്. ആദ്യം കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നും അതിനുശേഷം മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ആധാർ RC ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യാമെന്നുമാണ് നോക്കുന്നത്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകിയാണ് ഇത് ചെയ്യേണ്ടുന്നത്. രജിസ്ട്രേഷൻ നമ്പർ നൽകുമ്പോൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട RTOയിൽ നേരിട്ട് പോയി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. മെയിൽ ചെയ്ത് കൊടുത്തും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതാണ്ട് ഒട്ടുമിക്ക ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു പ്രത്യേകം പ്ലേലിസ്റ്റായി ക്രമീകരിച്ചിട്ടുണ്ട്. RTO റിലേറ്റഡ് വീഡിയോസ് എന്ന പ്ലേലിസ്റ്റിൽ ഈ വീഡിയോകളൊക്കെ ലഭിക്കുന്നതുമാണ്. ഇതുപോലുള്ള ഓൺലൈൻ സേവനങ്ങളടങ്ങിയ വീഡിയോകളാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വാഹന ഉടമയുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ RC ബുക്കിൽ ഉൾപ്പെടുത്താനായി ആദ്യം നമ്മൾ ഗൂഗിൾ എടുത്തതിന് ശേഷം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ലഭിക്കുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതാണ് വെബ്സൈറ്റ്. ഇവിടെ മുകളിൽ രണ്ടാമത് ഓൺലൈൻ സർവീസസ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത ശേഷം തൊട്ട് താഴെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്നും കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന ലിങ്കിൽ ഏത് സംസ്ഥാനത്താണോ വാഹനം രജിസ്റ്റർ ചെയ്തത് ആ സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഇവിടെ കേരളം തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. തുടർന്ന് വരുന്ന ലിങ്കിൽ ഇടത് സൈഡിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് കാണാം. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തൊട്ട് താഴെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള കോളം വരും. അവിടെ നമ്മൾ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്കും വരുത്തിയതിന് ശേഷം തൊട്ട് താഴെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന ലിങ്കിൽ വീണ്ടും പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം കുറേയധികം ലിങ്കുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. RC ബുക്കുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ ചെയ്യുവാനുള്ള ലിങ്കുകളാണ്. ഇതിൽ ഒട്ടുമിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യവുമാണ്. അവിടെ തന്നെ താഴെയായി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നും ബ്രാക്കറ്റിൽ ആധാർ ബേസ്ഡ് എന്നും കാണാം. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ലിങ്കാണ്. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല ഈ ലിങ്ക്. അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതും ഇപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇങ്ങനെ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കേരളവുമുണ്ട്. അവിടെ നമ്മൾ യെസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തൊട്ടടുത്ത പേജിൽ വെഹിക്കിൾ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. ആദ്യം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആദ്യം കൊടുത്തതുപോലെ തന്നെ ഗ്യാപ്പൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചേസിസ് നമ്പർ എന്ന ഷാസി നമ്പർ ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തൊട്ടിപ്പുറത്ത് എൻജിൻ നമ്പരും മുഴുവനും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ രജിസ്ട്രേഷൻ ഡേറ്റ്, വണ്ടി രജിസ്റ്റർ ചെയ്ത ഡേറ്റ് എന്നാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. തൊട്ടിപ്പുറത്ത് രജിസ്ട്രേഷൻ അപ് ടു ഡേറ്റ് എന്നുവരെ രജിസ്ട്രേഷൻ ഉണ്ടെന്നും കൊടുക്കണം. ഇതിൽ കൊമേഴ്സ്യൽ വെഹിക്കിൾ, വാണിജ്യ വാഹനങ്ങൾ, ഗുഡ്സും പാസഞ്ചർ വെഹിക്കിളിനുമൊക്കെ ഫിറ്റ്നസ് എന്നിവരെ ഉണ്ടെന്നാണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് പുതിയ RC ബുക്കാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് എൻജിൻ നമ്പരും ചേസിസ് നമ്പരുമുണ്ട്. മുകളിലായിട്ട് രജിസ്ട്രേഷൻ നമ്പരും രജിസ്ട്രേഷൻ എന്നിവരെ ഉണ്ടെന്നും കൊടുത്തിട്ടുണ്ട്. താഴെ കാണുന്നത് പഴയ RC ബുക്കാണ്. പഴയ RC ബുക്കിന് ആ ഹോളോഗ്രാം കാണുന്നതിന് താഴ്വശത്തായിട്ട് ഷാസി നമ്പരും എൻജിൻ നമ്പരും കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡേറ്റും രജിസ്ട്രേഷൻ അപ് ടു ഡേറ്റും കൊടുത്തിരിക്കുന്നത് ഇടത് സൈഡിലായിട്ടുമാണ്. എൻജിൻ നമ്പരും ഷാസി നമ്പരും ഇംഗ്ലീഷിലെ അക്ഷരങ്ങളും നമ്പറുകളുമൊക്കെ അടങ്ങിയതാണ്. ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ഷോ ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴെ 3 ലിങ്കുകൾ വരികയും അവിടെ ആദ്യത്തെ കോളത്തിൽ RC ഓണറുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 12 അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ടിപ്പുറത്ത് എൻ്റർ നെയിം ആസ് രജിസ്റ്റേർഡ് ഇൻ ആധാർ, ആധാറിലുള്ള പേര് അതേപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്പേസ്, ഇനിഷ്യലിന് സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസ് ഒക്കെ ഇട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ടടുത്ത കോളത്തിൽ എൻ്റർ മൊബൈൽ നമ്പർ ആസ് പെർ ആധാർ, നമ്മൾ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെ ഐ അഗ്രിക്ക് നേർക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം തൊട്ട് താഴെ വെരിഫൈ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ KYC കണ്ടീഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കാവുന്നതാണ്. ഐ അഗ്രി കൊടുത്തതിന് ശേഷം വെരിഫൈ കൊടുത്താൽ തൊട്ട് താഴെ ഇങ്ങനെ 2 ലിങ്കുകൾ വരികയും അവിടെ എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ ഇൻ വാഹനം എന്നും എക്സിസ്റ്റിംഗ് ഓണർ നെയിം ഇൻ വാഹനം എന്നും അങ്ങനെ 2 ലിങ്കുകളാണുള്ളത്. ആദ്യത്തേതിൽ ഇപ്പോൾ നമ്മൾ
RC ബുക്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കാണിക്കുകയും തൊട്ടിപ്പുറത്ത് ഇപ്പോഴത്തെ RC ഓണറുടെ പേര് കാണിക്കുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ലിങ്കിൽ പ്രസ് ചെയ്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്താൽ മൊബൈൽ നമ്പർ ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള ലിങ്ക് വരുന്നതും കാണാം. നമ്മൾ മുകളിൽ കൊടുത്ത മൊബൈൽ നമ്പർ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ആധാർ OTPയുടെയും കൂടെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടി ആധികാരികത വർദ്ധിപ്പിക്കാമായിരുന്നു അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ. എന്തായാലും വളരെ ലഘൂകരിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രോസസ്സ്. ഇനി നമുക്ക് മൊബൈൽ വഴി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വളരെ പെട്ടെന്നൊന്ന് നോക്കാം. മൊബൈലിൽ ഗൂഗിൾ എടുത്തതിന് ശേഷം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇങ്ങനെ ഒരു ലിങ്ക് ലഭിക്കും. ഇവിടെ പ്രസ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. സൈറ്റ് അഡ്രസ് പരിവാഹൻ.gov.in എന്നതുമാണ്. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു ലിങ്ക് ലഭിക്കുകയും മുകളിൽ 3 ഡോട്ട്സ് വരകൾ കാണാം. ആ 3 വരകളിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്തതിന് ശേഷം കാണുന്ന വിൻഡോയിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറിൽ പ്രസ് ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ നേരത്തെ കൊടുത്തതുപോലെ കൊടുത്ത് താഴെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പപ്പ് വിൻഡോ ലഭിക്കുന്നതാണ്. അവിടെ വീണ്ടും പ്രൊസീഡ് കൊടുക്കണം. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കുറേ ലിങ്കുകൾ ലഭിക്കുന്നതാണ്. സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ലിങ്ക് ലഭിക്കും. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് RC ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കുവാനുള്ള ലിങ്കുകൾ ലഭിക്കും. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതിയാകും. വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവരിലും ഷെയർ ചെയ്തെത്തിക്കുവാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.